മൂത്രാശയക്കല്ല് അലിയാൻ സഹായിക്കുന്ന ചെടി. ഓപ്ഷൻസ്: തുളസി, അരളി, തഴുതാമ, പനിക്കൂർക്ക. ഉത്തരം: തഴുതാമ. തഴുതാമയുടെ ഇല അരച്ച് 2 നേരം സേവിച്ചാൽ കിഡ്നി പ്രവർത്തനം എളുപ്പത്തിലാവുകയും മൂത്രാശയക്കല്ല് അലിയാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇണയെ ആകർഷിക്കാനായി തലയിൽ മൂത്രം ഒഴിക്കുന്ന ജീവി. പൂച്ച, പശു, മുട്ടനാട്, കങ്കാരു. ഉത്തരം: മുട്ടനാട്. മികച്ച വേദനസംഹാരിയായ പഴം. അവകാഡോ, ലിച്ചി, സ്ട്രോബെറി, ഡ്രാഗൺ ഫ്രൂട്ട്. ഉത്തരം: ഡ്രാഗൺ ഫ്രൂട്ട്. മികച്ച ഒരു വേദനസംഹാരി കൂടിയാണ് ഡ്രാഗൺ ഫ്രൂട്ട്. ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുള്ളതിനാൽ ഇത് പേശികളിലെയും സന്ധികളിലെയും കടുത്ത വേദന ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. അലങ്കാര മത്സ്യങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന മത്സ്യം. ഗോൾഡൻ ഫിഷ്, ഗപ്പി, ഏഞ്ചൽ ഫിഷ്, ഫൈറ്റർ ഫിഷ്. ഉത്തരം: ഏഞ്ചൽ ഫിഷ്. വിഷാദരോഗത്തെ പ്രതിരോധിക്കാൻ കഴിവുള്ള പഴം. ആപ്പിൾ, തണ്ണിമത്തൻ, ഓറഞ്ച്, മുന്തിരി. ഉത്തരം: തണ്ണിമത്തൻ. കൂടുതൽ അളവിൽ വിറ്റാമിൻ B6 അടങ്ങിയതിനാൽ ഇത് വിഷാദരോഗത്തെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നു. വീണ്ടും ചൂടാക്കാൻ പാടില്ലാത്ത പച്ചക്കറി. ചീര, വെള്ളരി, കുമ്പളങ്ങ, ക്യാരറ്റ്. ഉത്തരം: ചീര. ചീര അല്ലെങ്കിൽ പച്ച ഇലക്കറികൾ വീണ്ടും ചൂടാക്കുന്നത് ഒഴിവാക്കുക. നൈട്രേറ്റ് സമ്പന്നമായ പച്ച ഇലക്കറികൾ വീണ്ടും ചൂടാക്കുമ്പോൾ വിഷമാവും. ചീരയിൽ ഉയർന്ന അളവിൽ ഇരുമ്പടങ്ങിയിട്ടുണ്ട്. അതിനാൽ ചീര പാകം ചെയ്തതിനു ശേഷം വീണ്ടും ചൂടാക്കുന്നത് അതിലെ ഇരുമ്പിൻ്റെ ഓക്സിഡൈസ് ചെയ്യും. ഇരുമ്പിൻ്റെ ഓക്സീകരണം അപകടകരമായ ഫ്രീ റാഡിക്കലുകളെ സൃഷ്ടിക്കും. ഇത് വന്ധ്യത, ക്യാൻസർ തുടങ്ങിയ മാരക രോഗങ്ങൾക്ക് കാരണമാകും. കറുത്ത മഴ പെയ്യുന്നത് ഏത് ഗ്രഹത്തിലാണ്? വ്യാഴം, ചൊവ്വ, ബുധൻ, ശനി. ഉത്തരം: ശനി. തിരുവനന്തപുരത്തിൻ്റെ പഴയ പേര്. ഓടനാട്, ബലിത, അനന്തപുരി, ദേവഗിരി. ഉത്തരം: അനന്തപുരി. ഇടിമിന്നലിൻ്റെ നാട് എന്നറിയപ്പെടുന്നത്. ഭൂട്ടാൻ, ജപ്പാൻ, ചൈന, കാനഡ. ഉത്തരം: ഭൂട്ടാൻ. ആഗോള കുടുംബ ദിനമായി ആചരിക്കുന്നത്. ജനുവരി 1, ഫെബ്രുവരി 1, മാർച്ച് 1, ഏപ്രിൽ 1. ഉത്തരം: ജനുവരി 1. ക്യാൻസറിനെതിരെ പ്രതിരോധിക്കാൻ കഴിവുള്ള പഴം. ചക്ക, പൈനാപ്പിൾ, മുന്തിരി, ആത്തച്ചക്ക. ഉത്തരം: ആത്തച്ചക്ക. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് നൽകുന്ന നിറം. നീല, വെള്ള, കറുപ്പ്, മഞ്ഞ. ഉത്തരം: കറുപ്പ്. കുളിക്കാൻ ഏറ്റവും ഉത്തമമായ വെള്ളം. പച്ചവെള്ളം, ചൂടുവെള്ളം, തണുത്ത വെള്ളം, മഞ്ഞൾ വെള്ളം. ഉത്തരം: പച്ചവെള്ളം. ഗാന്ധിജിക്ക് ശേഷം പാരീസ് മ്യൂസിയത്തിൽ മെഴുകു പ്രതിമയുള്ള ഒരേയൊരു വ്യക്തി. ഓപ്ഷൻസ്: മോദിജി, അമിതാഭ് ബച്ചൻ, ഷാരൂഖ് ഖാൻ, അബ്ദുൽ കലാം. ഉത്തരം: ഷാരൂഖ് ഖാൻ. ഏറ്റവും സമ്പന്നനായ മലയാളി. യൂസുഫ് അലി, രവി പിള്ളൈ, ബൈജു, ഷിബുലാൽ. ഉത്തരം: യൂസുഫ് അലി. മഴവെള്ള സംഭരണം നിർബന്ധമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ഓപ്ഷൻസ്: കർണാടക, കേരളം, ഗുജറാത്ത്, തമിഴ്നാട്. ഉത്തരം: തമിഴ്നാട്. ഏറ്റവും വേഗത്തിൽ ഐസ് ക്യൂബ് ആവുന്ന വെള്ളം. ഓപ്ഷൻസ്: പച്ചവെള്ളം, ചൂടുവെള്ളം, തണുത്ത വെള്ളം, ഉപ്പുവെള്ളം.
ഉത്തരം ചൂടുവെള്ളം. ചൂടുകുരുവിനെ പ്രതിരോധിക്കാൻ മസാജ് ചെയ്യാൻ ഏറ്റവും ഉത്തമമായത്. ഓപ്ഷൻസ്: തേൻ, പാൽ, തൈര്, മഞ്ഞൾ. ഉത്തരം തൈര്. ഒരിക്കലും വെള്ളം കുടിക്കാൻ പാടില്ലാത്ത രീതി. ഓപ്ഷൻസ്: ഇരുന്നുകൊണ്ട്, നിന്നുകൊണ്ട്, ഒറ്റ ശ്വാസത്തിൽ, പതുക്കനെ. ഉത്തരം നിന്നുകൊണ്ട്. താടി വളർച്ചയ്ക്ക് ഏറ്റവും ഉത്തമമായ എണ്ണ. ഓപ്ഷൻസ്: വെളിച്ചെണ്ണ, ഒലീവെണ്ണ, കടുകെണ്ണ, ആവണക്കെണ്ണ. ഉത്തരം ആവണക്കെണ്ണ. ഇറുകിയ ജീൻസ് ധരിച്ചാൽ പുരുഷന്മാരിൽ ഉണ്ടായേക്കാവുന്ന അസുഖം. ഓപ്ഷൻസ്: സോറിയാസിസ്, സന്ധിവാതം, വൃഷണാർബുദം, ഇൻഫെർട്ടിലിറ്റി. ഉത്തരം വൃഷണാർബുദം. സ്ത്രീകൾ നാവിട്ടാൽ വികാരം കൂടുന്നത്. ജി സ്പോട്ട്, ലിംഗം, സ്തനം, വൃഷണം. ഉത്തരം ലിംഗം. മസാജ് ചെയ്താൽ ഏറ്റവും കൂടുതൽ സുഖം ലഭിക്കുന്ന ശരീരഭാഗം. ഓപ്ഷൻസ്: കൈപ്പത്തി, കാൽപാദം, തല, മുഖം. ഉത്തരം കാൽപാദം. തുളസിയില ചേർക്കാൻ പാടില്ലാത്ത പാനീയം. ഓപ്ഷൻസ്: പാൽ, മോര്, തൈര്, കഞ്ഞിവെള്ളം. ഉത്തരം കഞ്ഞിവെള്ളം. ഏറ്റവും കുറവ് ലൈംഗിക സമയമുള്ള ജീവി. ഓപ്ഷൻസ്: കോഴി, പശു, ആന, മനുഷ്യൻ. ഉത്തരം കോഴി. പുളി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. ഓപ്ഷൻസ്: ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ, അറബികൾ, പോർച്ചുഗീസുകാർ. ഉത്തരം അറബികൾ. സമാധാനത്തിന്റെ വൃക്ഷം എന്നറിയപ്പെടുന്ന സസ്യം. ഓപ്ഷൻസ്: തേക്ക്, ആൽ, അക്കേഷ്യ, ഒലിവ് മരം. ഉത്തരം ഒലിവ് മരം. ഒരുമിച്ചു കഴിച്ചാൽ അലർജി ഉണ്ടാക്കുന്ന ഭക്ഷണം. ഓപ്ഷൻസ്: പാല്, പഴം, മുട്ട, പഴം, തൈര്, പഴം, തേൻ, പഴം. ഉത്തരം തൈര്, പഴം. ഇന്ത്യയിൽ ആദ്യമായി റബ്ബർ കൃഷി തുടങ്ങിയത് ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻസ്: തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്. ഉത്തരം കേരളം. രോമത്തിന് രൂപാന്തരം സംഭവിച്ച് കൊമ്പുണ്ടായ മൃഗം. ഓപ്ഷൻസ്: എരുമ, പശു, കാണ്ടാമൃഗം, ആന. ഉത്തരം കാണ്ടാമൃഗം. ഏറ്റവും വലിയ കരളുള്ള ജീവി. ഓപ്ഷൻസ്: പന്നി, മനുഷ്യൻ, തിമിംഗലം, ആന. ഉത്തരം പന്നി. 1000 സിനിമകൾ പൂർത്തിയാക്കിയ ലോകത്തെ ഒരേയൊരു നടൻ. ഓപ്ഷൻസ്: രജനികാന്ത്, വിജയ്, പ്രേം നസീർ, ബ്രഹ്മാനന്ദൻ. ഉത്തരം ബ്രഹ്മാനന്ദൻ.